എൻ്റെ പേര് ബിന്ദു സൈമൺ. ചേട്ടൻ്റെ പേര് വിനു ജോസഫ്. ഞങ്ങൾക്ക് 2 മക്കൾ, ഡൊമിനിക്, ഡാനിയൽ. ഞങ്ങൾ 2011 ഖത്തറിലെത്തുന്നത്. 2011 ഖത്തറിൽ വെച്ചാണ് ഡാനിയൽ ജനിക്കുന്നത്. ഡാനിയലിൻ്റെ ബാപ്റ്റിസമൊക്കെ ഇവിടെ ജീസ് യൂത്തിൻ്റെ സോണി ആൻസിയാണ് ഡാനിയലിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. 2011 ഞങ്ങൾ സ്പെയിനിൽ നടന്ന വേൾഡ് യൂത്തേക്ക് പങ്കെടുത്തു. ആ വേൾഡ് യൂത്തയുടെ അവസാന ദിവസം, 5-ാമത്തെ ദിവസം ഒരു നൈറ്റ് വിജിലുണ്ടായിരുന്നു. ആ നൈറ്റ് വിജിലിൽ മാർപ്പാപ്പയാണ് പങ്കെടുത്തിരുന്നത്. പിറ്റേന്ന് മാർപ്പാപ്പയുടെ ഫൈനൽ മാസം ഉണ്ടായിരുന്നു. ആ മാസിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ നൈറ്റ് വിജിൽ ഫുള്ള് അവിടെ അറ്റൻഡ് ചെയ്തു. ഒരു വലിയ സ്റ്റേഡിയത്തിലായിരുന്നു. ഫൈനൽ മാസിന് ഞങ്ങൾ നിന്ന സ്ഥലത്തൂടെയാണ് മാർപ്പാപ്പ കടന്നു പോയിക്കൊണ്ടിരുന്നത്. മാർപ്പാപ്പ കടന്നു വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡാനിയലിനെ നീട്ടി. ഡാനിയലിനെ സെക്യൂരിറ്റി മേടിച്ച് മാർപ്പാപ്പയുടെ കയ്യിൽ കൊടുത്ത് മാർപ്പാപ്പയുടെ ബ്ലെസ്സിങ് ഡാനിയലിന് ലഭിച്ചു. ഏറ്റവും സന്തോഷമായി, ഏറ്റവും മനോഹരമായൊരു സന്ദർഭത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഒത്തിരി സന്തോഷത്തോടെയാണ് ബാക്കിയുള്ള പിൽഗ്രിമേജുകളും ലൂർദും ഫാത്തിമ, അങ്ങനെ റോം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കടന്നുപോയത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നു, എന്നാലും ഒത്തിരി ബ്ലെസ്സിങ് കിട്ടിയ ദിവസങ്ങളായിരുന്നു. അതിനുശേഷം ഇവിടെ ഖത്തറിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ മക്കളുടെ അസുഖം ഡയഗ്നൈസ് ചെയ്യുന്നത്. അന്ന് ആദ്യമൊന്നും അതിൻ്റെ വലിയ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ലായിരുന്നു. പതുക്കെ ഡാനിയലും ഡൊമിനിക്കും ഒക്കെ വീൽ ചെയറിലായപ്പോഴത്തേക്കും എൻ്റെ ഹോപ്പൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ വല്ലാതെ വീണുപോയ അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. തോറ്റുപോകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഖത്തറിലെ ജീസ് യൂത്ത്, ഖത്തറിലെ ഒത്തിരി ഫ്രണ്ട്സ്, ഫാമിലികൾ, എല്ലാവരും ഞങ്ങളെ ചേർത്ത് നിർത്തി. അവിടെ ഒരു വലിയ ബലമാണ് ഞങ്ങൾക്ക് തന്നത്. അതോടൊപ്പം അവരുടെ പ്രാർത്ഥനയും. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമാണെന്നുള്ളത്. അതിനുശേഷം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവത്തോടുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിച്ചത് എൻ്റെ അമ്മച്ചിയുടെ മരണമായിരുന്നു. കോവിഡ് കാലഘട്ടത്തായിരുന്നു. അന്ന് എനിക്ക് അമ്മച്ചിയെ കാണാൻ സാധിച്ചില്ല. അതൊരു വലിയ വേദനയായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ എന്നാൽ അമ്മയുടെ മരണശേഷം കുറേ നാളുകളിലേക്ക് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആ വിശുദ്ധ കുർബാനയുടെ ബലം എന്താണെന്ന് ഞാൻ അന്ന് അനുഭവിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാന. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. മനസ്സ് പതുക്കെ ശാന്തമാകാൻ തുടങ്ങി. കുറച്ചും കൂടെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് വന്നത്. ഞങ്ങൾക്ക് പിള്ളേർ വീൽ ചെയറിലായതുകൊണ്ട് കുറേ ഡിസേബിലിറ്റിയുടെ ടിക്കറ്റുകൾ കുറേ കിട്ടി. ഒരു 10-12 ഫൈനൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടി. പിള്ളേർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു നല്ലൊരു കളിക്കാരൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കോശിച്ചേട്ടന് ഞങ്ങൾ പോലും അറിയാതെ ഈ സെമി ഫൈനലിൽ ഇവർക്കൊരു ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ കളിക്കാരുടെ ഒപ്പം ഇറങ്ങാനും അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുമുള്ള ഒരവസരം ഒരുക്കി തന്നു. അന്നത്തെ കളി അർജൻറ്റീനയും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു. മെസ്സി അവിടുന്ന് കടന്നു വന്നപ്പോൾ മക്കൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും
അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത കുറേ മനോഹരമായ നിമിഷങ്ങൾ. അർജൻറ്റീനയും ക്രൊയേഷ്യയും റെപ്രസെൻ്റ് ചെയ്ത് ഈ മക്കൾ ഗ്രൗണ്ടിലിറങ്ങുകയും നാഷണൽ ആന്തത്തിൽ അവരോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഈ മക്കൾക്ക് സാധിച്ചു. അതവരുടെ ജീവിതത്തിലെയും ഞങ്ങളുടെ ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ വേറൊരു സന്ദർഭമായിരുന്നു. അവരൊത്തിരി ഹാപ്പിയായിപ്പോയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഡാനിയൽ പറയുന്നു, അമ്മ ഭയങ്കര ഗമയ്ക്കാണല്ലോ നടക്കുന്നതെന്ന്. ഞാനിപ്പം 2 വീൽ ചെയറുകളുടെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് മനോഹരമായിട്ട് എൻ്റെ വിനിച്ചാനും പറയും, ബിന്ദു നിവർന്ന് നടക്കുന്നു. നിവർന്ന് തല ഉയർത്തിപ്പിടിച്ച് ദൈവം മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കുമെന്നൊരു പ്രത്യാശയുണ്ട്. തോറ്റുപോകാൻ അനുവദിക്കില്ല ദൈവം. ഇനിയും ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും തോറ്റുപോകാൻ അനുവദിക്കാതെ ഏറ്റവും മനോഹരമായി ഓരോ സന്ദർഭങ്ങളും ഞങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന പ്രത്യാശയോടെ. താങ്ക് യു.